നാമം ഇന്നത്തെ ചിന്തയിൽ പറയുന്നത് ലഹരിയുടെ കാലം മാറുന്ന വഴികളെക്കുറിച്ചാണ്. പരമ്പരാഗത ലഹരി വസ്തുക്കളുടെ സ്ഥാനത്ത് ദീർഘമണിക്കൂറുകളോ ദിവസങ്ങൾ പോലുമോ മായികമോ ഭ്രമാത്മകമോ ആയ വിഭ്രാന്തി പകരുന്ന രാസപദാർത്ഥങ്ങൾക്കാണ് കുറച്ചു കാലമായി വൻ ഡിമാൻഡ്. MDMA, കെറ്റാമിൻ തുടങ്ങി ഇത്തരം രാസലഹരി പദാർത്ഥങ്ങളുടെ വരവും വിപണനവും ഉപയോഗവും വർദ്ധിച്ചു വരുന്നു. ഇതിന് തെളിവ് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ലഹരി പിടുത്തത്തിന്റെ കണക്കാണ്. ഇക്കൂട്ടത്തിൽ MDMA എന്ന മെത്തലീൻ ഡയോക്സി മെത്താംഫിറ്റാമിൻ ആണ് സംസ്ഥാനത്ത് ഈയിടെയായി ഏറ്റവും അധികം പിടിക്കപ്പെടുന്ന രാസലഹരി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് വെച്ച് പിടിയിലായ 4 പേരിൽ നിന്ന് 1.25 കിലോ MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. ലഹരി വിപണിയിൽ ഇതിന് 2.5 കോടിയോളം രൂപ വില വരുമത്രേ. ലഹരി മാഫിയ സംഘങ്ങളുമായി ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇടപാടുകൾ ഉള്ളതായും അറിഞ്ഞുകൊണ്ട് ഇവർ കണ്ണടയ്ക്കുന്നതുമായാണ് വിദേശങ്ങളിൽ നിന്ന് ഇത്രയധികം രാസലഹരി സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട്. റെയ്ഡിലോ കസ്റ്റംസ് പരിശോധനയിലോ മറ്റോ പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുവിന്റെ ശാസ്ത്രീയമായ ഒറിജിനാലിറ്റി തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വരുന്ന കാലതാമസമാണ് അന്വേഷണ ഏജൻസികളെ വലയ്ക്കുന്ന മറ്റൊരു ബദ്ധപ്പാട്. എല്ലാ ജില്ലകളിലും ഫോറൻസിക് ലാബുകൾ തുടങ്ങുകയെന്ന പദ്ധതി പ്രാവർത്തികമായിട്ടില്ല. രാസലഹരി മഹാവിപത്തായി മാറിയിരിക്കെ എല്ലാ തലത്തിലും വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി സ്വീകരിച്ചേ മതിയാവൂ.